എല്ലാവരും ആ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കണ്ടല്ലേ? എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പാഠഭാഗത്തിലേക്ക് നമ്മൾ നോക്കിയാലോ. ഉസ്നെ റസ്സി കാ ഫന്ദ ഘടേ മേ ഡാല. ഉസ്നെ റസ്സി കാ ഫന്ദ. എന്താണ് റസ്സി കാ ഫന്ദ എന്ന വാക്കിൻ്റെ അർത്ഥം? കയറിൻ്റെ ഫന്ദ, കുരുക്ക്. റസ്സി കാ ഫന്ദ എന്ന് പറഞ്ഞാലോ കയറിൻ്റെ കുരുക്ക്. ഘടേ മേ ഡാല, എവിടെ ഇട്ട്? കുടത്തിലിട്ടു അല്ലേ? കുടത്തിൻ്റെ വായ് ഭാഗത്ത് കയറിൻ്റെ കുരുക്ക് കൊണ്ട് കെട്ടി. ആര് കെട്ടി? ഗംഗി അല്ലേ? ഗംഗി റസ്സി കാ ഫന്ദ, കയറിൻ്റെ കുരുക്ക്, ഘടേ മേ ഡാല, കുടത്തിൽ കെട്ടിവെച്ചു. എന്നിട്ടോ ദായേ ബായേ ചൗക്കന്നി ദൃഷ്ടി സേ ദേഖ. ദായേ ബായേ എങ്ങോട്ട്? വലത് ഭാഗത്തേക്കും ബായേം ഇടത് ഭാഗത്തേക്കും. ചൗക്കന്നി ദൃഷ്ടി സേ ദേഖ. എന്താണ് ചൗക്കന്നി ദൃഷ്ടി? ജാഗ്രതയോടുകൂടി നോക്കി. വളരെ ദുർഘടമായ ആപത്ത് പിടിച്ച ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവശത്തേക്കും വളരെ സൂക്ഷ്മതയോടുകൂടി ഗംഗി നോക്കി. ചൗക്കന്നി ദൃഷ്ടി സേ, ജാഗ്രതയോടുകൂടി ദേഖ, നോക്കി. ജൈസെ, ഏതുപോലെ? കോയി സിപ്പാഹി, ഒരു സൈനികൻ. സിപ്പാഹി, സൈനികൻ. രാത് കോ ശത്രു കെ കിലേ മേ സുരാഗ് കർ രഹാ ഹോ. രാത് കോ, രാത്രിയിൽ, ശത്രു കെ കിലേ മേ, ശത്രുവിൻ്റെ കോട്ടയിലേക്ക് ചെന്ന്, സുരാഗ് കർ രഹാ ഹോ, സുരാഗ് കർണ, അകത്തേക്ക് പ്രവേശിക്കാനുള്ള ധോരം ഉണ്ടാക്കുന്നത് പോലെ. എതിർ സൈനികൻ എന്ത് ചെയ്യാണ്? രാത്രിയിൽ വന്ന് തൻ്റെ ശത്രുവിൻ്റെ കോട്ടയിൽ എന്താണ് കടക്കാൻ വേണ്ടി സുരാഗ് കർ രഹാ, ധോരമുണ്ടാക്കുക. ആ സമയത്ത് ശത്രു അവനെ പിടിച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും അവനെ തൂക്കിലേറ്റും അല്ലേ? വളരെ അപകടം പിടിച്ച ജോലിയല്ലേ അവൻ ചെയ്തത്? അതുപോലെയല്ലേ കൂട്ടുകാരെ ഗംഗി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശത്രുവായ ഠാക്കൂറിൻ്റെ കിണറിൽ നിന്നും വെള്ളമെടുക്കുക. എങ്ങാനും പിടിച്ചു കഴിഞ്ഞാലോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ? അപ്പോൾ ഗംഗി വളരെ ചൗക്കന്നി ദൃഷ്ടിസേ, ജാഗ്രതയോട് കൂടിയിട്ടാണ് ठाकुर के दरवाजे, ठाकुर के कुएं पर पहुंचा और दाएं बाएं देखा, ഇടതും വലതുമൊക്കെ നോക്കുക. ഗംഗി പറയുകയാണ്, അഗർ ഇസ് സമയ വോ പകഡ് ലീ ഗയി. അഗർ ഇസ് സമയ, ഈ സമയത്തെങ്ങാനും വോ പകഡ് ലീ ഗയി, അവൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഈ സമയത്തെങ്ങാനും വോ പകഡ് ലീ ഗയി, അവൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ. തോ, പിന്നെയോ ഫിർ ഉസ്കെ ലിയെ മാഫി യാ റിയായത്ത്, അവളെ സംബന്ധിച്ച് മാഫി യാ റിയായത്ത്, മാപ്പോ അല്ലെങ്കിൽ റിയായത്ത്, ഇളവ് അല്ലെങ്കിൽ ദയയോ ലഭിക്കാൻ റത്തീബർ ഉമ്മീദ് നഹി. എന്താ റത്തീബർ ഉമ്മീദ്? റത്തീബർ സറാസ, ഒരൽപ്പം പോലും, ഉമ്മീദ് നഹി, പ്രതീക്ഷ വേണ്ട. ഈ സമയത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗംഗയ്ക്ക് അല്പം പോലും ഇളവ് ലഭിക്കുമെന്നോ ദയ കിട്ടുമെന്നോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണോ? നഹി. മാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ്. റിയായത്ത് എന്താ? ദയവ് അല്ലെങ്കിൽ ഇളവ്. ഇത് രണ്ടും ആരിൽ നിന്ന് ലഭിക്കില്ല? ഠാക്കൂറിൽ നിന്ന് ലഭിക്കുന്ന റത്തീബർ, ഒരൽപ്പം പോലും ഉമ്മീദ് നഹി, പ്രതീക്ഷ വേണ്ട. അന്തമേ ദേവതാവോ കോ യാദ് കർക്കെ, അവസാനം ദൈവങ്ങളെല്ലാം മനസ്സിൽ കരുതി. ഉസ്നെ ഖലേജ മജ്ബൂത് കിയ, അവൾ തൻ്റെ ഹൃദയത്തിന് ദൃഢത കൊടുത്തു, ധൈര്യം കൊടുത്തു. ഖലേജ മജ്ബൂത് കർണ, ഹൃദയത്തിന് ധൈര്യം സംഭരിക്കുക. ധൈര്യം സംഭരിച്ചു കൊണ്ട് എന്ത് ചെയ്തു? ഘട കുവേമേ ഡാൽ ദിയ, കുടം കിണറിലേക്ക് ഡാൽ ദിയ, ഇട്ടുകൊടുത്തു. ഘട കുവേമേ ഡാൽ ദിയ, കുടം എവിടേക്കിട്ടു? കിണറിലേക്ക് ഡാൽ ദിയ, ഇട്ടുകൊടുത്തു. പിന്നീട് എന്ത് സംഭവിച്ചു? ഘടേനെ പാനി മേ ഘോത്താ ലഗായ, കുടം പാനി മേ, വെള്ളത്തിലേക്ക്, ഘോത്താ ലഗായ, മുങ്ങിത്താവാൻ തുടങ്ങി. കുടം വെള്ളത്തിലേക്ക് മുങ്ങിത്താവാൻ തുടങ്ങി. ഘോത്താ ലഗാന, മുങ്ങിത്താവാൻ തുടങ്ങി. ബഹത് ഹി ആഹിസ്ത, വളരെ സാവധാനത്തിൽ. ബഹത് ഹി അവസ്ഥ, വളരെ ആഹിസ്ത, സാവധാനത്തിൽ. ജറാബി ആവാസ് നഹുയി, അല്പം പോലും ആവാസ് നഹ ഹുയി, ശബ്ദമുണ്ടാക്കിയില്ല. ആവാസ് നഹുയി, ശബ്ദമുണ്ടാക്കിയില്ല. ഗംഗീനെ ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാരെ,
ഗംഗി രണ്ടോ മൂന്നോ തവണ ജൽദി ജൽദി പെട്ടെന്ന് പെട്ടെന്ന് മുകളിലേക്ക് എന്ത് വലിച്ചു? കയറ് വലിച്ചു അല്ലേ? ദോ ചാർ ഹാത്ത് രണ്ടോ മൂന്നോ തവണ ജൽദി ജൽദി വളരെ പെട്ടെന്ന് ഊപ്പർ റസ്സി കോ മാർ ദിയ മുകളിലേക്ക് കയറ് മാർന വലിച്ചെടുത്തു. ഗഡ കുവേക്കെ മുഹ് തക് പഹുഞ്ച. കുടം എവിടെ എത്തി? കുവേക്കെ മുഹ് തക് ആ പഹുഞ്ച. കിണറിൻ്റെ മുഹ് തക്ക്, മുഹ് വായ് ഭാഗം വരെ, കിണറിൻ്റെ ആ വായ് ഭാഗം വരെ ഗഡ പഹുഞ്ച, കുടം എത്തിക്കഴിഞ്ഞു. കൊയ് ഷഹജോർ പഹൽവാൻ ബി ഇത്തനി ജൽദി സെ ന ഗീൻ സക്ത. അവിടെ പറയാണ് കൊയ് ബഡാ ഷഹജോർ, വളരെ ബഡാ ഷഹജോർ, ബലവാനായ ബലവിഷ്ടനായ എക് ഷഹജോർ പഹൽവാൻ, ഒരു ഗുസ്തിക്കാരന് പോലും, ബഡ വലിയ, ഷാഹജോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബലിഷ്ഠനായ, ബലവിഷ്ടനായ അല്ലെങ്കിൽ ബലമുള്ള, ദൃഢതയുള്ള, ശക്തിയുള്ള ഒരു പഹൽവാൻ, ഒരു ഗുസ്തിക്കാരന് പോലും ഇത്തനി തേജീസെ, ഇത്രയും വേഗതയിൽ, ന ഗീഞ്ച് സക്ത, വലിക്കാൻ കഴിയണമെന്നില്ല. ഇവിടെ പെഹൽവാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഷഹജോർ. എങ്ങനെയാണ് ഷഹജോർ എന്ന് പറഞ്ഞാൽ? ദൃഢതയുള്ള, ബലമുള്ള, കരുത്തുള്ള ഒരു പെഹൽവാന് പോലും ഇത്തനി തേജീസെ, വേഗത്തിൽ, ന ഗീഞ്ച് സക്ത, വലിച്ച് മുകളിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നില്ല. അത്രയും ശക്തി അവിടെ ഗംഗി പ്രയോഗിച്ചിരുന്നു. ഗംഗീനെ ചുഖി ഗഡേക്കോ പക്കഡ്കർ ജഗത് പർ രഖ. ഗംഗീനെ ജുഖി, ഗംഗി എന്ത് ചെയ്തു? ജുഖി, ജുഖ്ന കുനിഞ്ഞ്, ഘടേക്കോ പക്കഡ്കർ കുടം പിടിച്ച്, ജഗത് പർ രഖെ എവിടെ വെച്ചു? കിണറിന് സമീപമുള്ള തറയ്ക്ക് സമീപം വെച്ചു. കിണറിന് സമീപമുള്ള തറ അല്ലേ, ആ തറയുടെ സമീപത്ത് എന്ത് ചെയ്തു? ഉസ് ഗഡേക്കോ പക്കഡ്കർ രഖ, ആ കുടം പിടിച്ചിട്ട് വെച്ചു. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഒന്ന് കണ്ടു നോക്കൂ. कुएं पर കുടമെല്ലാം പിടിച്ചു വെച്ചു. പക്ഷേ എന്താ സംഭവിച്ചല്ലേ? ഏകായേക് പെട്ടെന്നാണ് ഠാക്കൂർ സാഹബ് കാ ദർവാസ ഗുല, ഠാക്കൂർ സാഹബിൻ്റെ ദർവാസ, വാതിൽ തുറന്നത്. പെട്ടെന്ന് ആര് കടന്നു വന്നു? ഠാക്കൂർ സാഹബ് അപ്ന ദർവാസ ഗുല. ഠാക്കൂർ സാഹബ് ഏകായേക് പെട്ടെന്ന് എന്ത് ചെയ്തു? അപ്ന ദർവാസ ഗുല, തൻ്റെ വാതിൽ തുറന്നു. പെട്ടെന്ന് ഗംഗയ്ക്ക് എന്താ തോന്നിയത്? ഷേർ കാ മുഹ് ഇസ്സെ അധിക് ഭയാനക് ന ഹോഗ. സിംഹത്തിൻ്റെ വാ ഇതിനേക്കാളും ഭയാനകമായിട്ട് ഗംഗയ്ക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഷേർ കാ മുഹ്, സിംഹത്തിൻ്റെ വായ, ഇസ്സേബി ഇതിലും കൂടുതൽ, ഭയാനക് ന ഹോഗ ആകുകയില്ല. സിംഹത്തിൻ്റെ വാ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സിംഹം നമ്മളെ തിന്നാൻ വരികയാണെങ്കിൽ അതിൻ്റെ വാ ഒരുപക്ഷെ ഇരയുടെ നേരെ ഇത്രയും ഭയാനകമായിരിക്കില്ല. കാരണം ഒരുപക്ഷെ സിംഹത്തിന് ദയ തോന്നിയിട്ട് വിട്ടയക്കാനെങ്കിലും സാധ്യതയുണ്ട്. ഇവിടെയോ ഠാക്കൂർ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏക് ലാത്ത് ബി നീച്ചാന പടേക, ഒരു തൊഴി പോലും നഷ്ടപ്പെടുത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ മാപ്പോ ഇളവോ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ക്രൂരനായ ഠാക്കൂറിനെ സിംഹത്തെക്കാളും ഭയാനകമായിട്ടാണ് ആർക്ക് കാണാൻ തോന്നുന്നത്? ഗംഗയ്ക്ക് കാണാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഗംഗി പറയുന്നത് ഷേർ കാ മുഹ് ഇസ്സെ അധിക് ഭയാനക് ഹോക, സിംഹത്തിൻ്റെ വായ ഇതിലുമധികം ഭയാനകമായിരിക്കും. അപ്പോൾ ഠാക്കൂർ സാഹബിനെ സിംഹത്തിൻ്റെ വായേക്കാളും ഭയാനകമായിട്ടാണ് ആര് കരുതിയത്? ഗംഗി കരുതിയത് അല്ലേ. ഗംഗിക്ക് ഹാത്ത് സെ റസ്സി ചൂട്ട് കൈ, ഗംഗിയുടെ കൈകളിൽ നിന്നും റസ്സി കയറെന്ത് ചെയ്തു? ചൂട്ട് കൈ പിടിവിട്ടുപോയി. റസ്സി ചൂട്ടിന് കയറ് പിടിവിട്ടുപോയി. റസ്സിക്ക് സാത്ത് ഘട, ആ കയറിനോടൊപ്പം ഘട, റസ്സിക്ക് സാത്ത് ഘട, കയറിനോടൊപ്പം
ഘട കുടവും എന്ത് ചെയ്തു? ധടാംസെ വലിയ ഒരു ശബ്ദത്തോടു കൂടി. ധടാം എന്താണ്? വലിയ ഒരു ശബ്ദത്തോടു കൂടി പാനീമേ ഗിര വെള്ളത്തിലേക്ക് വീണു. പാനീമേ ഗിര വെള്ളത്തിലേക്ക് ഗിര വീണു. ഓർ കൈ ക്ഷൺ തക് ഒരുപാട് നിമിഷങ്ങളോളം പാനീമേ വെള്ളത്തിൽ ഹിൽക്കോരേ കി ആവാസേം. ഹിൽക്കോരോ കി ആവാസ് എന്താണ്? ഓളങ്ങളുടെ ശബ്ദം. എന്തിൻ്റെ ഓളം? വെള്ളത്തിൻ്റെ ഓളം. വെള്ളത്തിൻ്റെ ആ ഇളകുന്ന ശബ്ദമുണ്ടല്ലോ, അതിനാണ് ഹിൽക്കോരെ എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ ഓളം, ഓളങ്ങളുടെ ശബ്ദം എന്ത് ചെയ്തു? സുനായിതി കേട്ടു. ഒരുപാട് നേരം കുടം പെട്ടെന്ന് പോയിട്ട് കിണറിലെ വെള്ളത്തിലേക്ക് വീണതാണല്ലേ. അപ്പോൾ ഉണ്ടാകുന്ന ആ ഓളത്തിൻ്റെ ശബ്ദം കൈക്ഷൻ ഒരുപാട് നിമിഷം, ഓ ഹിൽക്കോരോ കി ആവാസ് വെള്ളത്തിലെ ഓളങ്ങളുടെ ശബ്ദം, സുനായിതി കേട്ടു, പാനീക്കി ഹിൽക്കോരേക്ക് ആവാസ് വെള്ളത്തിൻ്റെ ഓളങ്ങളുടെ ശബ്ദം ഒരുപാട് നിമിഷം കേട്ടു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഠാക്കൂർ വരുന്നു അല്ലേ. ഠാക്കൂർ എന്താ പറയുന്നത്? ഠാക്കൂർ കോൺ ഹേ കോൺ ഹേ. ഠാക്കൂർ ചോദിക്കുകയാണ്, കോൺ ഹേ, ആരാണത് ആരാണത്? പുഖാർത്തെ ഹുയെ വിളിച്ചുകൊണ്ട് കുവേക്കെ തരഫ് ആ രഹേ കിണറിന് സമീപത്തേക്ക് കടന്നു വരികയാണ്. ആര്? ഠാക്കൂർ. എന്ത് പറഞ്ഞുകൊണ്ട്? കോൺ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഠാക്കൂർ ദർവാസെ കി തരഫ് ആ രഹാ ഹേ വാതിൽക്കൽ നിന്നും കിണറിൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി. പുഖാർന വിളിച്ചുകൊണ്ട് എവിടേക്ക് വന്നു? കുവേ കി തരഫ് കിണറിന് സമീപത്തേക്ക് വന്നു. ഗംഗി ജഗസ്സെ കൂതുക്കർ ഗംഗി കിണറിൻ്റെ തറയിൽ നിന്നും എടുത്തു ചാടി, കൂതിന എടുത്ത് ചാടിക്കൊണ്ട് ഭാഗീ ജാരഹീതി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഗസ്സെ കൂതുക്കർ കിണറിൻ്റെ തറയിൽ നിന്നും എടുത്തു ചാടി ഭാഗീ ജാരഹീതി ഓടിപ്പോവുകയാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ റത്തീബർ ഉമ്മീദ് നഹി മിലെങ്കെ അല്പം പോലും ഇളവോ മാപ്പോ പ്രതീക്ഷിക്കണ്ട. ജീവൻ രക്ഷപ്പെടുത്തി ഗംഗി അവിടെ നിന്നും എവിടേക്ക് ഓടി? തൻ്റെ വീട്ടിലേക്ക് ഓടി അല്ലേ. ഇനി ഈ ചെറിയ രംഗം ഒന്ന് കണ്ടു നോക്കൂ. എത്ര ദയനീയമാണ് ആ കാഴ്ചകളല്ലേ. ഘർ പഹൂഞ്ച് കർ ഗംഗീനെ ക്യാ ദേഖാ ഥാ. വീട്ടിലെത്തിയ ഗംഗി എന്താ കണ്ടത്? ജോക്കു ലോട്ടാ മുഹ്സെ ലഗായ. ജോക്കു ലോട്ടാ ആ പാത്രം മുഹ്സെ ലഗായ വായോട് ചേർത്ത് വെച്ച്, വോ മേല ഗന്ധ പാനി ആ മൈല ഓർ ഗന്ധ അഴുക്ക് നിറഞ്ഞ ദുർഗന്ധമുള്ള വോ പാനി ആ വെള്ളമാണ് പീ രഹാ ഹെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഘർ പഹുഞ്ച് കർ ഗംഗീനെ ക്യാ ദേഖാ. ജോക്കു ലോട്ടാ മുഹ്സെ ലഗായ വായോട് ചേർത്ത് വെച്ച് മേല ഗന്ധ പാനി മാലിന്യം നിറഞ്ഞ ദുർഗന്ധമുള്ള വെള്ളം എന്ത് ചെയ്തു? കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ദാഹത്തിൻ്റെ ആ തീവ്രത ഒന്ന് മനസ്സിലാക്കുക കൂട്ടുകാരെ. അത്രയും ദുർഗന്ധമുള്ള വെള്ളം ദാഹം സഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ജോക്കു കുടിച്ചു പോയത്. അപ്പം എത്ര ക്രൂരതയാണ് ഠാക്കൂറിനെ പോലുള്ള ആളുകൾ സാധാരണ ജനങ്ങളോട് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ. ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥയുടെ ദയനീയമായ ചിത്രണങ്ങൾ പ്രേംചന്ദ് തൻ്റെ രചനകളിലൂടെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രേംചന്ദിൻ്റെ ഒരുപാട് രചനകൾ ഇത്തരത്തിലുണ്ട്. ഹിന്ദി സാഹിത്യത്തിലെ അമർ സാഹിത്യകാർ എന്നറിയപ്പെടുന്ന കഥാകാരനായ പ്രേംചന്ദിൻ്റെ ജന്മദിനം എന്നായിരുന്നു? ജൂലൈ 31 അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകൾ നമുക്ക് ഹിന്ദി സാഹിത്യത്തിൽ കാണാൻ കഴിയും. കഴിയുന്ന സമയത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? കുറച്ച് സങ്കടമുണ്ട്, എങ്കിലും നമുക്കത് സമൂഹത്തിൻ്റെ ആ അവസ്ഥ എന്നോർത്ത് എന്ത് ചെയ്യുക? സമാധാനിക്കുക. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കണം. വളരെ വിലപ്പെട്ട ഒരു പാഠഭാഗമാണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത്. ഗംഗയുടെ ഡയറിയും അതുപോലെ ഗംഗയുടെ ചരിത്ര ടിപ്പണിയുമെല്ലാം ഈ ഭാഗങ്ങളിൽ നമുക്ക് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമുക്ക് വർക്കായിട്ട് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു പാഠഭാഗമായി കാണുന്നവരെ ഗുഡ് ബൈ. വീണ്ടും കാണാം.